നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഭാരതം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മഹത്തായ ഒരു സുദിനമാണല്ലോ ഇന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് സൂര്യനസ്തമിക്കാത്ത നാടിൻ്റെ അടിമച്ചങ്ങല നാം ഊരിയെറിഞ്ഞതിൻ്റെ ഓർമ്മ ഓരോ ഭാരതീയനും അഭിമാനമാണ്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കിയെങ്കിലും ഭാരതീയരുടെ മനസ്സിലുണർന്ന സ്വാതന്ത്ര്യബോധത്തെ തോക്കുകൊണ്ട് തടയാൻ അധികകാലം അവർക്കായില്ല. മഹാത്മാഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ നമ്മെ നയിക്കാൻ ഉണ്ടായിരുന്നു. സമാധാനപരമായി സമരം ചെയ്ത ഇന്ത്യക്കാരെ പലപ്പോഴും അതിക്രൂരമായിട്ടാണ് ബ്രിട്ടീഷുകാർ നേരിട്ടതെന്ന് നമുക്കറിയാം. ജാലിയൻ വാലാബാഗ്, വാഗൺ ട്രാജഡി തുടങ്ങിയ സംഭവങ്ങളെയെല്ലാം ഒരു നടുക്കത്തോടെ മാത്രമേ ഇന്നും നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ ഒരുപാട് പേരുടെ ജീവൻ നമുക്ക് ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ്സു നമിക്കാം. പക്ഷേ ഇന്ന് നാം ആഘോഷവേളയിൽ സന്തോഷിക്കുന്നതോടൊപ്പം ചിന്തിക്കാനും നമുക്ക് ഒരുപാടുണ്ട്. ഭാരതം ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്ര വളർച്ച നേടിയ ഒരു രാജ്യമാണ് എന്ന വസ്തുത നമുക്ക് അഭിമാനകരമാണ്. പക്ഷേ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്ന ഒരു മറുവശം നാം കാണാതെ പോകരുത്. സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും സിഖുകാരനും എന്ന വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ആ മതമൈത്രി ഇന്ന് എവിടെ പോയെന്ന് നാം ചിന്തിക്കണം. യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുകയാണ്. കൃഷിയെ സംരക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ കാലം ഉണ്ടാകുമ്പോഴേ ഇത്തരം ആഘോഷങ്ങൾ പ്രസക്തമാവുകയുള്ളൂ. മനസ്സിലെ സങ്കുചിത ഭാവം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് മഹാത്മാക്കളായ നമ്മുടെ നേതാക്കന്മാർ സ്വപ്നം കണ്ട ഒരു പൂർണ്ണ സ്വരാജ് തന്നെയാവട്ടെ നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി, നമസ്കാരം.